പൂജപ്പുരയിലേക്ക് പോകാം. സരസ്വതി മണ്ഡപത്തിലാണ് സ്വാന്തന സജു നിൽക്കുന്നത്. സ്വാന്തന സജു, അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമല്ലേ? സുജ, ഇവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമാണ് നവരാത്രി മഹോത്സവത്തിന്റെ. കഴിഞ്ഞ 8 ദിവസവും വലിയ ആഘോഷങ്ങൾ തന്നെയാണ് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നും ഇപ്പോൾ പൂജ വയ്ക്കുന്നതിനായി നിരവധി കുരുന്നുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ 7 മണിക്കാണ് ഇവിടുത്തെ പൂജവെപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക പൂജയും മറ്റും നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പൂജവെപ്പ് നടക്കുക. പക്ഷേ രാവിലെ മുതൽക്ക് തന്നെ വിദ്യാർത്ഥികളൊക്കെ എത്തി പുസ്തകങ്ങളൊക്കെ തന്നെ ഇവിടെ പൂജ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാമെന്ന് തോന്നുന്നു. കാരണം നിരവധി കുരുന്നുകൾ ഇതിനോടകം തന്നെ കൊണ്ടുവന്ന പുസ്തകങ്ങൾ പൂജ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ, വയലിൻ അടക്കമുള്ള വാദ്യോപകരണങ്ങളും പൂജയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. ഇവിടെ റെസിപ്റ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് റെസിപ്റ്റ് എടുത്ത ശേഷമാണ് ഇവിടെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത്. ഇനിയുള്ള 2 ദിവസം നമുക്കറിയുന്നത് പോലെ തന്നെ അജ്ഞതയിൽ നിന്നും ഒരു അറിവിന്റെ ലോകത്തിലേക്കുള്ള ഒരു യാത്ര, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പൂജവെപ്പിനെ കാണുന്നത്. പുസ്തക കെട്ടുകളൊക്കെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ 6:15 മുതലാണ് പൂജ വെക്കുന്നതിനായിട്ടുള്ള സമയം. അതിന് മുന്നോടിയായി പുസ്തകങ്ങൾ, പേന, പെൻസിൽ തുടങ്ങി എല്ലാം പൊതിഞ്ഞ് തങ്ങളുടെ പേരുകളൊക്കെ എഴുതി കെട്ടുകളാക്കി അവിടെ കൊണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കും. പല ക്ഷേത്രങ്ങളിലും ഇതിനകം തന്നെ ഇതുപോലെ പൂജ വെക്കാനായിട്ടുള്ള സാമഗ്രികളൊക്കെ കുഞ്ഞുങ്ങൾ എത്തിച്ചിട്ടുണ്ടാകും.